ദൃശ്യം എന്ന സിനിമ നമ്മുടെ ലാലേട്ടന്റെ സ്വന്തം എമ്പുരാൻ സിനിമയുടെ ഓവർസീസ് റെക്കോർഡ് തകർക്കാൻ പോവുകയാണ്. എന്തായാലും പടത്തിന്റെ കഴിഞ്ഞ 12 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കാം നമുക്ക്. അതിനു മുമ്പ് ഇല്ലാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ സുദീപ് ചാനൽ. ദൃശ്യം 3 നമ്മുടെ ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ലാലേട്ടൻ സിനിമയാണ്. അനിൽ ജോൺസൺ ആണ് സിനിമയിലെ മ്യൂസിക് കമ്പോസ് ചെയ്ത്. പടത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് പരിശോധിക്കാം നമുക്ക്. അതിനു മുമ്പ് സിനിമ കണ്ടവരാണെങ്കിൽ മറക്കാതെ പടത്തിന്റെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യപ്പെടുക. ദൃശ്യം 3 സിനിമയ്ക്ക് ഓൾമോസ്റ്റ് പോസിറ്റീവായ റിപ്പോർട്ട് തന്നെയാണ്. എന്നാലും മിക്സ്ഡ് അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു നമ്പേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട് സിനിമയ്ക്ക്. ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യയുടെ വെളിയിലാണെങ്കിലും ബോക്സ് ഓഫീസ്. എന്തായാലും സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ തന്നെ ആരംഭിക്കാം നമുക്ക്. സിനിമയ്ക്ക് കേരളത്തിൽ മാത്രം ഇപ്പോൾ സിനിമയ്ക്ക് 78 കോടി 48 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. കേരള ഗ്രോസ് മാത്രം സിനിമയ്ക്ക് 12ാം ദിവസം കേരളത്തിൽ നിന്ന് 2 കോടി 20 ലക്ഷമാണ് നമ്പേഴ്സ് കാണാൻ സാധിക്കുന്ന കളക്ഷൻ ആയിട്ട്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച വരെ സിനിമയ്ക്ക് 4 കോടി 53 ലക്ഷമാണ്. വെള്ളിയാഴ്ച ആണെങ്കിൽ പോലും സിനിമയ്ക്ക് 4 കോടി 30 ലക്ഷമാണ്. 4 കോടി എന്ന കളക്ഷൻ പെട്ടെന്നാണ് 2 കോടിയിലോട്ട് ചുരുങ്ങി വന്നത്. നമുക്കറിയാം ക്ലാസ് ഒക്കെ തുറന്നിരിക്കുകയാണെങ്കിൽ വർക്കിംഗ് ഡേയ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കളക്ഷൻ കുറയാൻ ഹൈ ചാൻസ് കാണുന്നുണ്ട്. എന്നാൽ പോലും ദൃശ്യം എന്ന സിനിമയ്ക്ക് 13ാം ദിവസം ആകുമ്പോൾ ഓൾമോസ്റ്റ് സിനിമ ഒഫീഷ്യലി ആയിട്ട് കേരളത്തിൽ നിന്ന് മാത്രം 80 കോടിയിലോട്ട് പോവുകയാണ് എന്നാണ് റിപ്പോർട്ട് കാണാൻ സാധിക്കുന്ന നമ്പേഴ്സ് അനുസരിച്ച്. നിലവിലെ സിനിമയ്ക്ക് ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ മാത്രം കേരളത്തിലെ 37 കോടി 73 ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും കേരളത്തിൽ നിന്ന് മാത്രം സിനിമ 100 കോടി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ചാൻസസ് കാണുന്നുണ്ട് നിലവിൽ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് 3ാമത്തെ ആഴ്ചത്തെ കളക്ഷൻ ലാസ്റ്റ് ദിവസം എത്രയാണ് വരാൻ പോകുന്നതെന്ന്. ഇനി സിനിമയുടെ തമിഴ്നാട്, തെലുങ്ക്, കർണാടക, റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻസ് പരിശോധിക്കാം. തെലുങ്കിന്ന് മാത്രം സിനിമയ്ക്ക് നിലവിൽ ഈ കഴിഞ്ഞ 12 ദിവസം കൊണ്ട് 8 കോടി 60 ലക്ഷമാണ്. തമിഴ്നാട് 8 കോടി 25 ലക്ഷമാണ്. കർണാടക സിനിമയ്ക്ക് 13 കോടി 10 ലക്ഷമാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ പിന്നീട് സിനിമയ്ക്ക് 6 കോടി 10 ലക്ഷമാണ്. സിനിമയുടെ ടോട്ടൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ അപ്രോക്സ് ആയിട്ട് സിനിമയ്ക്ക് 53 കോടി 9 ലക്ഷമാണ് നമ്പേഴ്സ് കാണാൻ സാധിക്കുന്നത്. ഇനി സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഗ്രോസ് ആയിട്ട് സിനിമയ്ക്ക് ഡൊമസ്റ്റിക് 116 കോടി 70 ലക്ഷമാണ്. നെറ്റ് കളക്ഷൻ സിനിമയ്ക്ക് ഇന്ത്യൻ നെറ്റ് കളക്ഷൻ സിനിമയ്ക്ക് 98 കോടി 90 ലക്ഷമാണ്. ഇനി സിനിമയുടെ ഓവർസീസ് കളക്ഷൻ തന്നെയാണ് വിദേശത്തെ കളക്ഷൻ. ഓൾമോസ്റ്റ് വിദേശത്തെ സിനിമയ്ക്ക് 113 കോടി 75 ലക്ഷമാണ്. നമ്മുടെ ലാലേട്ടന്റെ തന്നെ ഏറ്റവും ഉയർന്ന ഒരു ഓവർസീസ് ബോക്സ് ഓഫീസ് നേടിയെടുത്ത സിനിമയാണ് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ. 145 150 അടുത്താണ് സിനിമയുടെ ഓവർസീസ് റെക്കോർഡ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ദൃശ്യം സിനിമയ്ക്ക് നിലവിൽ ഓൾമോസ്റ്റ് 113 കോടി 75 ലക്ഷമാണ് ഓവർസീസ് നമ്പേഴ്സ് കാണാൻ സാധിക്കുന്നത്. ഇനിയും സിനിമയ്ക്ക് 31 കോടി 18 ലക്ഷം ആവശ്യമാണ് നമ്മുടെ ലാലേട്ടന്റെ എമ്പുരാൻ സിനിമയുടെ ഒരു നമ്പേഴ്സ് തകർക്കാനായിട്ട്. എന്തായാലും ഉടൻ തന്നെ ആ റെക്കോർഡ് തകർക്കാൻ നല്ല ചാൻസ് കാണുന്നില്ല. കാരണം നമ്മുടെ ഡ്രോപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഓവർസീസിലാണെങ്കിൽ പോലും ഓൾമോസ്റ്റ് 2 കോടിയിലോട്ട് ചുരുങ്ങി വന്നിരിക്കുകയാണ് സിനിമയുടെ കഴിഞ്ഞ ദിവസത്തെ കളക്ഷനൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ് സിനിമയ്ക്ക്. മിഡിൽ ഈസ്റ്റിൽ നല്ല കളക്ഷൻ ഉണ്ട്, USA കളക്ഷൻ, പക്ഷെ എന്നാലും ടോട്ടൽ ഓവർസീസ് റെക്കോർഡ് തകർക്കാൻ ചാൻസ് കുറവ് തന്നെയാണ് നമ്മുടെ എമ്പുരാൻ സിനിമയുടെ. ഇനി സിനിമയുടെ ടോട്ടൽ ഓവർസീസ് കളക്ഷൻ അല്ല, സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ തന്നെയാണ്. അപ്രോക്സ് ആയിട്ട് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ സിനിമയ്ക്ക് ഈ കഴിഞ്ഞ 12 ദിവസം കൊണ്ട് 230 കോടി 5 ലക്ഷമാണ്. ഗംഭീരമായ ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് വേൾഡ് വൈഡ് കാണാൻ സാധിക്കുന്നത്. ഇനി പടത്തിന്റെ വേൾഡ് വൈഡ് ഷെയർ പരിശോധിക്കുകയാണെങ്കിൽ 100 കോടിനടുത്താണ് സിനിമയുടെ വേൾഡ് വൈഡ് ഷെയർ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. നിലവിലെ സിനിമ വലിയൊരു ബ്ലോക്ക് ബസ്റ്ററിലോട്ട് തന്നെയാണ് പോകുന്നത്. ഓൾമോസ്റ്റ് 45-50 കോടിയാണ് പടത്തിന്റെ ബഡ്ജറ്റ് മാത്രം കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും പടം ബഡ്ജറ്റ് ഒക്കെ കവറപ്പ് ചെയ്തിട്ട് നല്ല റിക്കവറി പെർസെന്റേജിലോട്ട് പോവുകയാണ് നമ്മുടെ ദൃശ്യം എന്ന സിനിമയുടെ 3ാം ഭാഗം. എന്തായാലും കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് ദൃശ്യം സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട് ഇല്ലാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ സുദീപ് ചാനൽ. കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് ദൃശ്യം സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റിനായിട്ട്.